കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലിടിച്ച് ഒടുവിൽ വി.ഡി. സതീശൻ സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കിയിരുന്നു. എൽ.ഡി.എഫ് അവകാശപ്പെട്ടതുപോലെ സമ്പന്നമല്ല ഖജനാവെന്നും സംസ്ഥാനം വലിയ സാമ്പത്തിക തകർച്ചയിലാണ് എന്നും യു.ഡി.എഫ് സർക്കാർ വെളിവാക്കി. സമാനമായ ഒരു ധവളപത്ര വിവാദം കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ് അയൽപക്കത്തെ തമിഴ്നാട്ടിലും. കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത 5 ലക്ഷം കോടിയാണ് എങ്കിൽ തമിഴ്നാടിന്റേത് 13,18,000 കോടി രൂപയാണ്. കേരളത്തിന്റേതിലും ഇരട്ടിയിലധികം. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവന്നത്. സംസ്ഥാനത്തിന്റെ നേരിട്ടുള്ള കടം മാത്രം ഏകദേശം 10 ലക്ഷം കോടി രൂപയാണ് എന്ന് റിപ്പോർട്ട് പറയുന്നു. ചൊവ്വാഴ്ച ധനമന്ത്രി എൻ മേരി വിൽസനാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവര റിപ്പോർട്ട് പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം വിജയൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഈ സാമ്പത്തിക പരിശോധന. കഴിഞ്ഞ 5 വർഷത്തെ എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി.എം.കെ. സർക്കാരിന്റെ ഭരണകാലത്താണ് കടബാധ്യത ഇരട്ടിയായി വർദ്ധിച്ചത് എന്ന് ധവളപത്രം പറയുന്നു. നിലവിലെ കണക്കുകൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും 1.25 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായാണ് ജനിച്ചു വീഴുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഏകദേശം 1,20,20,000 രൂപ മുതൽ 1,39,000 രൂപ വരെയുള്ള കടബാധ്യതയുമായാണ്. അതായത് സാമ്പത്തിക ബാധ്യത തമിഴ്നാടിന്റേതുമായി താരതമ്യം ചെയ്താൽ കേരളത്തിന്റേത് പകുതി മാത്രമാണ്. പക്ഷേ കടബാധ്യതയിൽ ഇരു സംസ്ഥാനങ്ങളും ഏകദേശം ഒരുപോലെയാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ നേരിട്ടുള്ള കടം 4.8 ലക്ഷം കോടി രൂപയിൽ നിന്ന് ഏകദേശം 10 ലക്ഷം കോടി രൂപയായി കുതിച്ചുയർന്നു. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടെ ഉണ്ടായ ആകെ കടത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം തമിഴ്നാട് വരുത്തിവെച്ച കടമെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടമെടുത്ത തുകയുടെ വലിയൊരു ഭാഗം പാലങ്ങൾക്കോ റോഡുകൾക്കോ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനോ അല്ല ഉപയോഗിച്ചത് എന്ന് ധവളപത്രം കുറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലേതുപോലെ ദൈനംദിന ചെലവുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും നൽകാനുമാണ് ഉപയോഗിച്ചത്. ഇത് സംസ്ഥാനത്തിന്റെ ദീർഘകാല സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന രീതിയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തിന്റെ കടം അനുവദനീയമായ പരിധിക്കുള്ളിലാണ് എന്നും ഗവൺമെന്റിന് മതിയായ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടെന്നും എം.കെ. സ്റ്റാലിൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. കാര്യക്ഷമമായി ഭരിക്കാനുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടത് എന്നായിരുന്നു വിജയുടെ ആരോപണങ്ങൾക്കുള്ള എം.കെ. സ്റ്റാലിന്റെ മറുപടി. അതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ്ക്കെതിരെ ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജയുടെ ജയം റദ്ദാക്കണമെന്നാണ് ഇതിലെ ആവശ്യം. വിജയുടെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ ജയം റദ്ദാക്കണമെന്ന് ഹർജിയിൽ പറയുന്നു. ഡി.എം.കെ. സ്ഥാനാർത്ഥിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കണക്ക് നൽകിയില്ല എന്നും കുട്ടികളെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയെന്നുമാണ് ഹർജിയിലെ ആരോപണം. സത്യവാങ്മൂലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണവും ഹർജിയിലുണ്ട്. ഹർജിയിൽ തീർപ്പാകും വരെ ഉപതെരഞ്ഞെടുപ്പ് നടത്തരുത് എന്നും ആവശ്യപ്പെടുന്നു. ട്രിച്ചി ഈസ്റ്റ്, പെരമ്പൂർ എന്നീ 2 മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയ് വിജയിച്ചത്. എന്നാൽ നിയമസഭാ ചട്ടങ്ങൾ പാലിക്കുന്നതിനായി ട്രിച്ചി ഈസ്റ്റ് മണ്ഡലത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പെരമ്പൂർ മണ്ഡലം നിലനിർത്താനായുള്ള മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തെ തുടർന്ന് ട്രിച്ചി ഈസ്റ്റിൽ വരും മാസങ്ങളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. വിജയ് മത്സരിച്ച് ജയിച്ച ട്രിച്ചി ഈസ്റ്റ് മണ്ഡലത്തിൽ ഗുരുതരമായ നിയമപരമായ പിഴവുകളും അഴിമതിയും നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചാണ് ഈ മണ്ഡലത്തിലെ ഡി.എം.കെ. സ്ഥാനാർത്ഥി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവായി പ്രഖ്യാപിക്കണമെന്നാണ് പ്രധാന ആവശ്യം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിലും സത്യവാങ്മൂലം തയ്യാറാക്കിയതിലും ഉൾപ്പെടെ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് തമിഴക രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാകും. പലതരത്തിൽ വിവാദം വിജയുടെ ചുറ്റും വട്ടമിട്ട് പറക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ രീതികൾ കയ്യടി നേടുകയാണ്. എന്തായിരിക്കണം ഒരു പൊതുപ്രവർത്തകന്റെ, ഒരു ഭരണാധികാരിയുടെ മുഖമുദ്ര എന്ന ചോദ്യത്തിന് അത് ജോസഫ് വിജയുടേത് പോലാകണം എന്നാണ് തമിഴ് ജനതയുടെ ഉത്തരം. ലാളിത്യം, സമയനിഷ്ഠ ഇവയൊക്കെ വിജയിൽ ജനം കാണുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ എത്ര ഭരണാധികാരികൾ ഇക്കാര്യങ്ങൾ പാലിക്കുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ആരുടെയും പേര് ഒരുപക്ഷെ ഓർമ്മ വരില്ല. ഡൽഹിയിൽ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള വിജയുടെ യാത്രയാണ് സമൂഹമാധ്യമത്തിൽ വിജയ്ക്ക് കയ്യടി നേടിക്കൊടുക്കുന്നത്. പൊതുപണം ചെലവഴിക്കാതെ സ്വന്തം ചെലവിൽ വിമാനയാത്ര നടത്തിയാണ് വിജയ് ഡൽഹിയിൽ എത്തിയത്. പൊതുപണം ദൂർത്തടിക്കുന്ന VIP സംസ്കാരത്തിന് അപവാദമായിരിക്കുകയാണ് വിജയ്. മുൻകാല ഭരണാധികാരികൾ എല്ലാം ഔദ്യോഗിക യാത്രയ്ക്ക് പൊതുപണം ഉപയോഗിച്ച് വിമാന ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു. ജോസഫ് വിജയ് വ്യത്യസ്തനായത് സ്വന്തം ചെലവിൽ വിമാനയാത്ര നടത്തിയാണ്. ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു വിജയ് ഡൽഹിയിലേക്ക് പോയത്. സാധാരണയായി ഇത്തരം ആഡംബര യാത്രകളെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കാറുണ്ട് എങ്കിലും വിജയുടെ കാര്യത്തിൽ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്.
ഭീമമായ ചിലവ് വന്ന ഈ യാത്രയുടെ മുഴുവൻ പൈസയും വിജയ് തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് കൊടുത്തത് എന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ വിമർശകരുടെ വായടഞ്ഞു. നികുതി പണം തൂർത്തടിക്കാതിരിക്കാൻ അദ്ദേഹം കാണിച്ച ഈ മാതൃക വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ഈ വിമാനത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ പോലും അദ്ദേഹം കൂടെ കൂട്ടിയില്ല എന്നതും, മുഖ്യമന്ത്രിയെ കൂടാതെ അദ്ദേഹത്തിന്റെ വ്യക്തിഗത സഹായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 9 പേർ മാത്രമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സംഘം ഒരു ദിവസം മുൻപ് തന്നെ സാധാരണ കൊമേഴ്സ്യൽ വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചിരുന്നു. വിമാനയാത്രയിലെ വ്യക്തിപരമായ താൽപര്യങ്ങളും ഔദ്യോഗിക കാര്യങ്ങളും തമ്മിൽ കൃത്യമായ വേർതിരിവ് പാലിക്കാൻ മുഖ്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നീതി ആയോഗിന്റെ യോഗം തുടങ്ങുന്നതിന് മുൻപ് യോഗസ്ഥലത്തെത്തിയും വിജയ് വിസ്മയമായി. സമയത്തിന് മുന്നേ എത്തി ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായി ഡൽഹി നേതാക്കളെയും അമ്പരപ്പിച്ചു വിജയ്. യോഗം ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന സമയത്തിന് 10 മിനിറ്റ് മുൻപേ തന്നെ വിജയ് യോഗ ഹാളിലെത്തി. യോഗത്തിന് അധ്യക്ഷത വഹിക്കേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എത്തിയത് പിന്നെയും അല്പം കഴിഞ്ഞാണ്. ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും അദ്ദേഹത്തെ അഭിനന്ദനം കൊണ്ട് മൂടി. പൊതുവെ ഏതൊരു ഔദ്യോഗിക യോഗത്തിനും വൈകി എത്തുക എന്നതാണ് നേതാക്കളുടെയും ഭരണാധികാരികളുടെയും പ്രവണത. അതിന് വിപരീതമാണ് വിജയ് കാണിച്ച മാതൃക. ഇദ്ദേഹത്തെ പോലുള്ളവരല്ലേ നാട് ഭരിക്കാൻ ശരിക്കും യോഗ്യരായവർ എന്നൊക്കെയാണ് നെറ്റിസൻസ് നേതാക്കളെ കാത്ത് സീറ്റിലിരിക്കുന്ന വിജയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ചോദിച്ചത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏത് കാര്യമെടുത്താലും അതിനൊരു വിജയ് സ്റ്റൈൽ ഉണ്ടാകുമെന്നാണ് നെറ്റിസൻസിന്റെ അഭിപ്രായം. എന്തു നല്ല ഭാഗ്യം ചെയ്തവരാണ് തമിഴ്നാട് മക്കൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പ്. ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരം എന്നതിൽ പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണോ എന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ആശങ്കപ്പെടുന്നുമുണ്ട്. ഔദ്യോഗിക യോഗങ്ങളിലെ കൃത്യനിഷ്ഠയ്ക്ക് കൂടി വിജയ് കയ്യടി നേടുകയാണ്. തന്റെ ഓഫീസിലെ കൃത്യനിഷ്ഠയിലൂടെ വിജയ് നേരത്തെ തന്നെ വാർത്താ താരമായതാണ്. ഭരണത്തിലെ സുതാര്യത കൊണ്ടും ലാളിത്യം കൊണ്ടും ഒപ്പം നിലപാടുകൾ കൊണ്ടും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടും തമിഴ് ജനതയുടെ പ്രിയ പുത്രനായി വിജയ് എന്ന നടനായ മുഖ്യമന്ത്രി. ഭരണത്തിൽ സുതാര്യതയും ലാളിത്യവും കൊണ്ടുവരാൻ വിജയ് നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തമിഴ്നാടിന്റെ വികസന ആവശ്യങ്ങളിലും കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും വിജയ് ശ്രദ്ധേയനാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രഖ്യാപിച്ച സിംഗപ്പെൺ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വിജയ് വാക്ക് പാലിച്ചു. തമിഴ്നാട്ടിലെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പെൺ ദൌത്യസേനയാണ് സിംഗപ്പെൺ ദൌത്യസേന. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായി 2500 വനിതാ പോലീസുകാരെ ഉടൻ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. സേനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങൾ സ്വയം ഓടിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് വിജയ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. വിജയ് ഭരണത്തെ എതിരാളികളായ NDA മുന്നണി പോലും അഭിനന്ദിക്കുകയാണ്. NDA മുന്നണിയിലെ പട്ടാളി മക്കൾ കക്ഷി അധ്യക്ഷൻ അൻപുമണി രാംദാസ് വിജയ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ അഴിമതിയിൽ വലിയ കുറവുണ്ടായി എന്ന് അഭിപ്രായപ്പെട്ടു. അൻപുമണി രാംദാസ് വിജയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വന്തം ഓഫീസിലേക്ക് നേരത്തെ എത്തിയും കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഓഫീസിലിരുന്ന് കഴിച്ചും വിജയ് നേരത്തെ തന്നെ ശ്രദ്ധ നേടിയതാണ്. കൂടാതെ ഭരണരംഗത്തെ ചില പരിഷ്കാരങ്ങളും വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. സാധാരണക്കാരുടെ കൈകളിൽ പണം എത്തിക്കുന്നതിനുള്ള നടപടികളാണ് വിജയ് ആദ്യം കൈക്കൊണ്ടത്. ഒരു നാട് വികസിക്കണമെങ്കിൽ അവിടെ ജനങ്ങളുടെ കൈവശം പണം ഉണ്ടാകുക എന്നതാണ് പ്രധാനം. ഈ പണം വിപണികളിൽ എത്തിയാൽ മാത്രമാകും വികസനം സാധ്യമാകുക. മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അടക്കം DA വർദ്ധിപ്പിച്ചു. ജീവനക്കാർക്ക് 2% DA വർധനവാണ് TVK സർക്കാർ പ്രഖ്യാപിച്ചത്. പുതിയ പ്രഖ്യാപനത്തോടെ ജീവനക്കാരുടെ DA 58% നിന്ന് 60% ഉയർന്നു. പ്രതിവർഷം 1230 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന തീരുമാനമാണെങ്കിലും DA വർധനവിന് 2026 ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യം നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഏകദേശം 16 ലക്ഷം ആളുകൾക്ക് DA വർദ്ധിപ്പിച്ച നടപടി നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ പോലുള്ള പൊതുയിടങ്ങൾ എന്നിവയ്ക്ക് സമീപമുള്ള ബാറുകൾ അടയ്ക്കാനെടുത്ത തീരുമാനങ്ങളിലും വിജയ് സർക്കാരിന് കയ്യടി നേടിക്കൊടുത്തു. സർക്കാരിന്റെ വരുമാനം കുറയ്ക്കുന്നതായിട്ട് പോലും അധികാരത്തിലേറി ആദ്യം പ്രഖ്യാപിച്ച നടപടി ഇതായിരുന്നു. ലഹരി ഒഴുക്ക് തടയുന്നതിൽ DMK സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത് എന്ന് വിജയ് വിമർശിച്ചിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് സിംഗപ്പെൺ പദ്ധതി പ്രഖ്യാപിച്ചതും അതോടൊപ്പം ടാസ്മാക് ശാലകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതും.